ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാനൊന്ന് പോയി താടിയൊക്കെ വെട്ടി ഉഷാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാൾ വരികയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ പിന്നെ അന്നോ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ആയിട്ട് നല്ല തിരക്കാവും സലൂണ് കടകളിലൊക്കെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 ദിവസം മുന്നേ തന്നെ പോയി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവിടെ ക്യൂ നിന്നിട്ടോ അല്ലെങ്കിൽ രാത്രി 1 മണി 2 മണിയൊക്കെ അത് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾ വരികയാണല്ലോ, വലിയ പെരുന്നാൾ. ചക്കരയുടെ ആദ്യത്തെ പെരുന്നാളല്ലേ ഇവിടെ. ഈ ചക്കരയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ വിശേഷം കാര്യങ്ങളൊക്കെ ഇനി നമ്മളെ വീഡിയോയിൽ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം അതൊന്നുമല്ല, ഏതായാലും പെരുന്നാളൊക്കെ വരികയല്ലേ. അപ്പോൾ ചക്കരയ്ക്ക് ഒരു ചെറിയൊരു സമ്മാനം, ഒരുപാട് വലുതൊന്നുമല്ല, എന്നാൽ ചെറിയ രീതിക്കുള്ളൊരു സമ്മാനം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചക്കരയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന 2ാമത്തെ സമ്മാനമാണ് അല്ലേ ചക്കരെ? അപ്പോൾ ആദ്യത്തെ സമ്മാനം എന്തായിരുന്നു? ആദ്യത്തെ സമ്മാനം നിനക്ക് എന്നെ കിട്ടിയില്ലേ? എടേ, നിനക്ക് ആദ്യത്തെ സമ്മാനം എന്നെ കിട്ടിയില്ലേ? സമ്മാനം എന്നെ കിട്ടിയത് തന്നെ ഫസ്റ്റ് സമ്മാനമല്ലേ? അതാണ് 1ാമത്തെ സമ്മാനം. അപ്പൊ 2ാമത്തെ സമ്മാനം നമ്മളിന്ന് വാങ്ങാൻ വേണ്ടി പോകണം. അപ്പൊ സമ്മാനം എന്താണെന്ന് ഞാൻ ആദ്യം പറയുന്നില്ല, ചക്കരയ്ക്ക് അറിയില്ല ശരിക്കും. അപ്പൊ ഞങ്ങൾ 4 ആള് പോകാൻ പോവാണ്. അപ്പൊ എന്താണെന്ന് ഇവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ചെറിയൊരു സമ്മാനം വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ പോകുമ്പോ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്താണെന്ന്. പോയി നോക്കാം. എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് സാധനം? ഡ്രസ്സായിരിക്കും അല്ലേ? ഡ്രസ്സ് ചക്കരക്ക് മാത്രമല്ല, ഡ്രസ്സ് ഇപ്പൊ പെരുന്നാളാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണ്ടേ? അതിപ്പോ നമുക്ക് എല്ലാവർക്കും എടുക്കാനുള്ള കോമൺ ആയിട്ട് എടുക്കണമല്ലോ നമുക്ക്. സർപ്രൈസ്. അപ്പൊ സർപ്രൈസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സർപ്രൈസ് നമ്മൾ പൊളിക്കുന്നില്ല. ഏതായാലും ചക്കരനെ ഞാൻ കൊണ്ട് ആ ഒരു ഷോപ്പിൽ എത്തുമ്പോഴായിരിക്കും ചക്കര വിചാരിക്കുന്നത്. അപ്പൊ എന്താണെന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഡ്രസ്സ് എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് പോയി നോക്കാം. അപ്പൊ ഇറങ്ങാം നമുക്ക്. വേണി ഞങ്ങൾ 4 ആള് പോയി പോവാണ്. വാപ്പ വന്നിട്ടില്ല, നമ്മൾ 4 പേരുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും വാപ്പ എന്താ വരാത്തത്? വാപ്പ വരാത്ത വേറൊന്നുണ്ടല്ല, വാപ്പായി ഞാൻ പറഞ്ഞ പോലെ തന്നെ സലൂണിൽ പോയിരിക്കണം. അപ്പോൾ ഇന്ന് മാക്സിമം ഇന്ന് തന്നെ ഉണ്ടാവുള്ളൂ തിരക്കില്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ. നാളെയൊക്കെ പിന്നെ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്. അവിടെ സലൂണ് തുറന്നില്ലല്ലേ? സലൂണ് തുറന്നില്ല. മരണം വരുന്നു സലൂണിൽ. അതുകൊണ്ടാണ് വാപ്പ പിന്നെ ഇന്ന് അവിടെ ഇങ്ങോട്ട് പോയത്. അപ്പോൾ ഈ ഒരു വഴിക്ക് നമ്മൾ ഇറങ്ങി വാപ്പ നേരെ അങ്ങോട്ടും പോയല്ലേ? തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ ഗെയ്സ്, നമ്മൾ വന്നത് ജ്വല്ലറിയിലാണ്. ചക്കരെ ഇപ്പോൾ മനസ്സിലായില്ലേ എവിടെ വന്നത് എന്ന്? അപ്പോൾ നമ്മൾ ജ്വല്ലറിയിലാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സാധനം എടുക്കാൻ പോവാണ് ചക്കരയ്ക്ക്. ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ, ഒരു ഗോൾഡ് എടുക്കാനാണ്. അപ്പോൾ ഏതായാലും കയറി വെക്കാം. ഡേ, എന്ത് വാങ്ങാൻ വന്നത് ഇവിടെ? നമ്മൾ വന്നിരിക്കുന്നത് ചക്കരയ്ക്ക് സ്റ്റഡ് നോക്കാനാണ്. കമ്മലല്ല, കമ്മൽ ടൈപ്പ് തന്നെ സ്റ്റഡ് അല്ലേ? സെക്കൻഡ് സ്റ്റഡ്, ആ ഒരു ടൈപ്പ് സാധനം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിലൂടെ സാധനം പറഞ്ഞിട്ടുണ്ട്, അവിടെ ആളെടുക്കുന്നുണ്ട്. നോക്കട്ടെ. എന്തായി ഇഷ്ടപ്പെട്ടോ? സെലക്ട് ചെയ്തോ? സ്റ്റഡല്ലേ വാങ്ങുന്നത്? മോഡൽ ഇഷ്ടപ്പെട്ടോ? മോഡൽ കുറേ ഉണ്ടല്ലോ ഇവിടെ. ഇതായി കാണുന്നൊക്കെ മോഡലാണ്.
അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ ജോലിക്ക് കിണ്ടി വരും. അല്ല നീ ഒരു കാര്യം ചെയ്തോ, ഇവിടെ പിന്നെ സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ട്. നീ ഇവിടെ നിന്നോ, വൈകുന്നേരം ഞാൻ വന്ന് വിളിക്കാം. അവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഞാൻ വരാം. ചേട്ടാ ഇവിടെ സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ട് ചേട്ടാ. ആ കാരണം ഞാനിതാണ്ട് ഈ സാധനം വാങ്ങാം. അപ്പോൾ ഇവിടെ നിർത്തിയാൽ മതി. എത്ര ദിവസം എന്ന് വെച്ചാൽ അതിൻ്റെ കണക്കിന്. ശമ്പളം വേണ്ട, ഇപ്പോൾ ഒരു ഷെഡ് എടുത്തിട്ടേ ഇവിടെ നിന്നോളൂ. അത് ശരി. എന്തായി, സെലക്ട് ചെയ്ത സാധനം? ഓക്കെ, അപ്പൊ നോക്കിക്കോ. എന്താ നോക്കുന്നത്? എന്നോ? എ മുതൽ സെഡ് വരെയുള്ള എല്ലാം ഉണ്ട്. ഇതല്ലേ നോക്കുന്നത്? അതിനകത്ത് പേടിക്കണ്ട, എന്നില്ല. എവിടെ എവിടെ? അത് എന്നല്ല, ഇതല്ല. അത് ഇതല്ലേ? ഇതല്ലേ? അത് എന്നല്ല, അത് സെഡ് ആണ്. അത് സെഡാണടി. എന്നെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ വാങ്ങി തരേണ്ടി വരും. ഇപ്പോൾ അത് വേണോ? ഇൻഷാ അല്ലാ നമുക്ക് വാങ്ങിക്കാം. അതാ ഇവിടെ ഉണ്ട്, ഇവിടെയും കാണുന്നുണ്ട് അല്ലേ? പിന്നെ ഇത് ശരിക്കും മാലക്കിടുന്ന ലോക്കൽ അതല്ലേ സാധനം? അതാണ് സാധനം. ഇവിടെ നാട്ടിൽ പിന്നെ സ്വർണ്ണം ഇടലും കുറവാണ്, സ്വർണ്ണം കൊടുക്കലും കുറവാണ്, വാങ്ങലും കുറവാണ്. കല്യാണത്തിന് വാങ്ങലല്ലേ ഉള്ളൂ അല്ലേ? കല്യാണത്തിന് വാങ്ങുന്നത് മാത്രം അതേ ഉള്ളൂ. സ്വർണം നമ്മളെന്ന് വെച്ചാൽ ഇടുകയും ചെയ്യാം. പിന്നെ അമ്മ അവിടെ പിന്നെ റേറ്റ് ഇടുന്നുണ്ട്. അവിടെ പിന്നെ ബില്ലിടുകയാണ് അവിടെ. അങ്ങോട്ട് പോയി നോക്കാം, ബാ. അങ്ങനെ നമ്മളിത് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് അല്ലേ? അപ്പോൾ സാധനം നമ്മൾ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി വെച്ചിട്ട് കാണിച്ചു കൊടുത്തില്ലല്ലോ, അപ്പോൾ അത് കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഏതായാലും വണ്ടി കയറിക്കോളി. അങ്ങനെ നമ്മൾ സാധനം വാങ്ങി വണ്ടിയിൽ കയറിയിട്ടുണ്ട് ചക്കരേ. അപ്പോൾ രണ്ടും കൂടി വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കണ്ടേ സാധനം? ചക്കരയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഒന്ന് തുറക്ക് നോക്കട്ടെ സാധനം. എന്തേ ലോക്കാക്കിയത്? എങ്ങനെയുണ്ട് സാധനം? കൊള്ളൂലേ? സെലക്ഷൻ ആയത് അല്ലേ? ചക്കരന്റെ സെലക്ഷൻ അല്ലേ എടുത്തത്? സെക്കൻഡ് ഇട്ടതിനാണ് സാധനം വാങ്ങിയത്. നോക്കട്ടെ. മോളെ കോളടിച്ചിട്ടുണ്ട്. കാണാനും പാകത്തിനൊന്നും ഇല്ല ഗൈസ്. പക്ഷേ ഇപ്പോഴത്തെ സ്വർണ്ണ വിലയ്ക്ക് അറിയാലോ ഈ ഒരു സാധനം വാങ്ങുമ്പോൾ എത്ര ആവുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയ ഗിഫ്റ്റ് ഒന്നും അല്ലെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ്, ഇപ്പോൾ എൻ്റെ കണ്ടീഷനിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് കൊടുത്തത്. കൈയെടുക്ക് നോക്കട്ടെ. ഇതാണ് സാധനം, 2 സ്റ്റഡ്. ഇതാണ് സാധനം കേട്ടോ. സംഭവം എന്താണെന്നറിയോ? എന്താണ്? ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തോണ്ട് അമ്മേനൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നല്ലടാ എന്താ ഉദ്ദേശിക്കുന്നത്? കയ്യിലെങ്ങനെ വെക്കാനല്ലേ? അപ്പോ നോക്കട്ടെ. ഇതാണ് സാധനം. സാധനം ഇതാണ് കേട്ടോ. ഇത് ചെറിയൊരു സാധനം ആയതുകൊണ്ട് കാര്യമായിട്ട് ഫോക്കസ് ആവുന്നില്ല. നോക്കട്ടെ, ഇപ്പൊ കാണുന്നില്ലേ? ഇതാണ് സാധനം. ചെറിയ സാധനം പക്ഷെ നല്ല വില ഉണ്ട്. സാധനം കാഴ്ചയില് ചെറുതേ ഉള്ളൂ. അപ്പോ കല്ല് വെച്ച സ്റ്റോണൊക്കെ പതിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. സ്വർണ്ണമാണെന്നോ കമ്മലാണെന്നോ സ്റ്റഡാണെന്നോ എന്നാ അങ്ങനെ? എന്നാലും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് മതി. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ പോകാൻ ഇറങ്ങിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മോഡൽ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. അപ്പോൾ അതിൻ്റെ അല്ലേ? ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷിച്ച് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.